നമ്മുടെ ഡിഫൻഡർ കുറേ നാളായിട്ട് അനങ്ങാണ്ടിരിക്കുന്ന കൊണ്ടിട്ട് തന്നെ ഭയങ്കര പൊടിയും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് നമ്മുടെ ഡിഫൻഡർ എന്തായാലും റെഡിയാക്കണം. അതിന് മുമ്പായിട്ട് നമ്മുടെ ഡിഫൻഡർ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതിന് നമ്മുടെ ടയറും കാര്യങ്ങളൊക്കെ ഒന്ന് ഊരിയെടുക്കാനുണ്ട്. പക്ഷേ ടയർ ഊരിയെടുക്കാനായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ യൂസ് ചെയ്ത് വെച്ചത് നമ്മുടെ ഈ ബോക്സ് തന്നെ എടുത്തെടുത്ത് ഇങ്ങനെ ഒന്ന് താഴെ വെച്ചിട്ടാണ് നമ്മൾ ഈ ടയറൊക്കെ ഊരിയെടുത്തത്. ഭയങ്കര ടഫായിരുന്നു. ആ വീഡിയോയിലാണെങ്കിൽ കൂടുതൽ പേരും കമന്റ് ഇട്ടേക്കുന്ന ഒരു കാര്യം ജാക്കി ഉണ്ടാക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നൊരു ജാക്കി ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ എല്ലാ ആർസിക്കാരും കയറ്റി വെച്ച് പണിയാൻ പറ്റിയ ഒരു ജാക്കി ഉണ്ടാക്കാൻ വേണ്ടി. ജാക്കി ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ പഴയ സാധനങ്ങളാണ് യൂസ് ചെയ്തേക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ജാക്കിയാണ് ഉണ്ടാക്കേണ്ടത്. പക്ഷേ നമുക്കിപ്പോൾ കയ്യിൽ കിട്ടിയേക്കുന്ന ഐറ്റംസ് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്ലാസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം പഴയതാണ്. പിന്നെ അതുപോലെ തന്നെ ദിയൊരു ഐറ്റം, ഇത് നമ്മൾ വേസ്റ്റായിട്ട് ഇട്ടേച്ചൊരു ഐറ്റമാണ്. അപ്പോൾ ഇതും കൂടിയാണ് ഞാൻ എടുക്കണത്. ഇത് ഏകദേശം ഈ ഒരു ഷേപ്പിലായിട്ട് ഇതിവിടെ വരും. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ കാറിൻ്റെ മേലായിട്ട് പൊക്കി വെക്കാൻ പറ്റും. പക്ഷേ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു ലുക്ക് ഉണ്ടാവില്ല. ശരിക്കും നമുക്കൊരു ജാക്കിയുടെ ലുക്ക് ആക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നാലേ ഒരു കറക്റ്റ് ഒരു ജാക്കിയുടെ ഫീല് നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ശരിക്കും ഒരു പെട്ടി എടുത്ത് വെച്ചേക്കണ പോലെയും. അപ്പോൾ തന്നെ ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ എഡ്ജൊക്കെ ഭയങ്കര ഷാർപ്പായിരുന്നു. അതൊക്കെ ഒന്ന് നമ്മളൊന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഈ ഒരു രീതിക്കായിരിക്കും നമുക്ക് വെക്കേണ്ടത്. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു റിയലിസ്റ്റിക് ഒരു ഫീല് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇനി ഇത് മാത്രം പോരാ, ഇതിൻ്റെ അകത്തുള്ള കുറേ ഐറ്റംസ്, നമുക്ക് ചെറിയ ചെറിയ ഐറ്റംസ് ഉണ്ട്. അതെല്ലാം നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിന് മുമ്പായിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു ഫോർക്ക് ഷീറ്റ് എടുത്തിട്ട് ഏകദേശം 5 mm ഫോർക്ക് ഷീറ്റായിട്ട് എടുത്തേക്കണം. അത്യാവശ്യം തിക്നെസ് ഉണ്ട്, കാരണം ഇത് ഏറ്റവും താഴത്ത് വരുന്നൊരു പീസാണ്. അപ്പോൾ ഇതിലേക്ക് വേണം നമുക്കിതിങ്ങനെ ഫിക്സ് ചെയ്യാനായിട്ട്. പക്ഷേ ഇതിങ്ങനെ മാത്രം ഫിക്സ് ചെയ്താൽ പോരാ, ഇതിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലുമൊക്കെ കുറച്ച് ഐറ്റംസും കൂടെ സെറ്റ് ചെയ്യാനുണ്ട്. ഒരു സ്പ്രിങ്ങിൻ്റെ ഒരു ഷേപ്പ് നമുക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇത് ഏകദേശം കറക്റ്റ് ആയിരിക്കും. ഇതെനിക്ക് ജസ്റ്റ് കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ കളയാണ്ട് മാറ്റി വെച്ചിട്ട് ഐറ്റമാണ്. ഇങ്ങനെ മാറ്റി വെച്ചേക്കണ കുറേ ഐറ്റം എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അതിലൊരെണ്ണമാണ് ഇത്. അപ്പോൾ ഇത് എന്തായാലും ഇപ്പോഴാണ് ഉപകാരപ്പെട്ടത്, കാരണം ഇതിനൊരു സ്പ്രിങ്ങിൻ്റെ ഒരു ലുക്ക് കിട്ടും. ഇതിൻ്റെ കുറേ എഡ്ജൊക്കെ ഇങ്ങനെ പൊട്ടി ഇരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് പീസ് നമുക്ക് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ഞാൻ കുറച്ച് കയറ്റി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്തെടുത്തപ്പോഴത്തേക്കും ഏകദേശം ഇങ്ങനെ കുറച്ച് ഷേപ്പുകൾ ചാടി നിൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഇതേപോലത്തെ ഒരു സാൻഡ് പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഉരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതൊന്ന് ലെവൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് നോക്കണം. ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ കയറ്റി വെക്കുക. ഓക്കെ, ഏകദേശം സെറ്റായിട്ട് തന്നെ നിൽപ്പുണ്ട്. ലിവറിൻ്റെ ഒരു സെറ്റപ്പ് ഞാൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇതേപോലത്തെ ഒരു വുഡിൻ്റെ ഒരു പീസായിട്ട് എടുത്തേക്കണം. ഏകദേശം ഒരു റൗണ്ട് ടൈപ്പാണ്. ഇതില്ലെങ്കിൽ നമുക്ക് മറ്റേ പേനയുടെ റീഫില്ലർ യൂസ് ചെയ്താലും മതി. ഏകദേശം ഈ ഒരു അളവാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ലിവറിൻ്റെ ഒരു ഷേപ്പ് നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ഈ ഒരു രീതിക്ക് വേണം ഈ സ്റ്റിക്കുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുവേണ്ടി ഞാൻ എടുത്തേക്കുന്നത് ഒരു പേനയുടെ ജസ്റ്റ് ഒരു ടോപ്പാണ്. പക്ഷേ ഈ ടോപ്പ് ഈ കറക്റ്റ് ഒരു ഷേപ്പിലിരുന്നാൽ ശരിയാവില്ല. അപ്പോൾ നമ്മളിപ്പോൾ ടോട്ടൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഐറ്റംസ്, താഴത്തെ ഒരു സ്റ്റാൻഡ്, പിന്നെ അടുത്തൊരു കവറിങ്, ഈ ഒരു ഐറ്റം, പിന്നെ നമ്മൾ എക്സ്ട്രാ ഒരു നമ്മുടെ ലെഡൊക്കെ കിട്ടുന്ന ഒരു ഐറ്റം. അപ്പോൾ അതും കൂടി ജസ്റ്റ് ഞാനിവിടെ വെച്ചിട്ടൊന്ന് ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ജസ്റ്റ് ഒരു കട്ടിങ് ഒക്കെ കിട്ടും. അപ്പോൾ കുറച്ചുകൂടി ഒരു ഐറ്റംസ് ആഡ് ആകും ഇതിൻ്റെ അകത്ത്. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണം ഓരോ ഐറ്റംസ് ഓരോന്നായിട്ട് നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് റെഡും ബ്ലാക്കും കൂടെ ഉള്ള ഒരു കോമ്പിനേഷനാണ്. പെയിൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുള്ളത് ഇതേപോലത്തെ ഒരു സ്പോഞ്ചാണ്. കാരണം ഇതേപോലത്തെ ഒരു സ്പോഞ്ച് വെച്ച് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റോടി ഒരു റിയലിസ്റ്റിക് ഒരു ഫീൽ കൊണ്ടുവരാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ എയർ ബ്രഷ് ഒക്കെ ആയിരിക്കണം യൂസ് ചെയ്യണത്. അങ്ങനെ എയർ ബ്രഷ് ഒക്കെ യൂസ് ചെയ്യണവരാണെങ്കിൽ കുറച്ചുകൂടി നീറ്റായിട്ട് നമുക്ക് കിട്ടും. കറക്റ്റ് ഒരു സ്പ്രേ പെയിൻറ്റ് അടിക്കുമ്പോൾ അതേ ഫിനിഷിങ് തന്നെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇതിൽ ചില ഏരിയകളിലും ചില ഐറ്റംസ് നമ്മൾ ബ്രഷ് വെച്ച് തന്നെയാണ് അടിച്ചെടുത്തേക്കണം. കാരണം ഇതേപോലത്തെ ഒരു ടെക്സ്ചർ ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം നമുക്ക് സ്പോഞ്ച് യൂസ് ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ മാക്സിമം കൂടുതൽ ഏരിയകളിൽ സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് അല്ലാത്ത ചെറിയ ഐറ്റംസ് എല്ലാം നമ്മൾ ബ്രഷ് വെച്ചിട്ടാണ് പെയിന്റ് ചെയ്തെടുത്തേക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ലിവർ ഒന്ന് സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് പേനയുടെ ടോപ്പിലേക്ക് ഇതേപോലത്തെ രീതിക്ക് നമ്മുടെ സ്റ്റിക്ക് വെച്ചിട്ട് അതൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ലെഡിന്റെ ക്യാപ്പിന്റെ മേളിലേക്ക് ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതും കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. എന്നിട്ട് അതും ഇതേപോലെ ഒന്ന് പെയിന്റ് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പെയിന്റിങ്ങിന്റെ പരിപാടി ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല രീതിക്ക് പെയിന്റ് ഉണങ്ങി കഴിഞ്ഞാൽ ഇനി നമ്മുടെ ഓരോ ഐറ്റംസ് എടുത്തിട്ട് നമുക്ക് ഓരോന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം. കറക്റ്റ് പ്ലേസ് മാർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഒട്ടിച്ചെടുക്കാനായിട്ട്. കാരണം ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പറിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വൃത്തികിടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കറക്റ്റ് മാർക്ക് ചെയ്തിട്ട് വേണം ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാനായിട്ട്. അങ്ങനെ എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ജാക്കിയുടെ പണി ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടോട്ടൽ ചെയ്തേക്കുന്നത് ഇവിടെ നമ്മുടെ വണ്ടി കയറ്റി വെക്കാനുള്ള ഒരു സ്പേസ്, ഇവിടെ ഒരു ലിവർ കൊടുത്തിട്ടുണ്ട്, പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു സ്പ്രിങ്ങിൻ്റെ ഷേപ്പ് കൊടുത്തിട്ടുണ്ട്, ഇവിടെയും ഇങ്ങനത്തെ ഒരു ലിവറും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമ്മുടെ ജാക്കിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കണം. നമ്മുടെ വണ്ടി നമ്മൾ എന്തായാലും എടുത്ത് വെക്കാൻ പോണേട്ടാ. അപ്പോൾ അതെ, നമ്മുടെ വണ്ടി പൊക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ വണ്ടി ഇതിൽ താങ്ങുവാന്ന് അറിയണം.
അങ്ങനെ നമ്മുടെ വണ്ടി ഇത് കറക്റ്റായിട്ട് അതിൻ്റെ മേളിൽ കയറിയിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അത്യാവശ്യം തിക്നെസ് ഉള്ള ഐറ്റംസ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ താങ്ങിക്കോളും. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ഈ ടയറൊക്കെ ഊരിയെടുക്കാൻ വലിയ പണിയൊന്നുമില്ല. ഈസി ആയിട്ട് ഇവിടെ ഇങ്ങനെ ഊരിയെടുക്കാവുന്നതേ. വണ്ടി നല്ല ഹൈറ്റിൽ തന്നെ പൊങ്ങി നിൽപ്പുണ്ട്. കൂടുതൽ പേര് നമ്മുടെ കമൻറ്റ് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഡിഫൻഡർ ഇറക്കണില്ലേ, ഡിഫൻഡർ എപ്പോൾ ഇറക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം അതുകൊണ്ട് തന്നെ നമ്മളെന്തായാലും പെട്ടെന്ന് തന്നെ ഇറക്കണമായിരിക്കും. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ വണ്ടി ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. ടയറൊക്കെ ഊരിയെടുത്തിട്ട് വേണം നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഫുള്ള് സെറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടയറൊക്കെ ഊരിയെടുക്കണമെങ്കിൽ ജാക്കി ഒരെണ്ണം സെറ്റ് ചെയ്താൽ കുറച്ചുകൂടി നൈസായിട്ട് നമുക്ക് ടയറും കാര്യങ്ങളൊക്കെ ഊരിയെടുക്കാൻ പറ്റും. ജാക്കി നമ്മൾ മാക്സിമം റിയലിസ്റ്റിക് ലുക്കിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഡിഫൻഡറും കയറ്റി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ജാക്കിയുടെ മുകളിൽ ഡിഫൻഡറും കയറ്റി വെച്ചിട്ടുള്ള ഫൈനൽ ലുക്ക്. അപ്പോൾ എങ്ങനെയുണ്ട് ഐറ്റം ഒന്ന് കമൻറ്റ് ഇടാൻ മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെച്ചേക്കട്ടാ.